നമസ്കാരം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതെന്തിനുള്ള പുറപ്പാടിലാണ്? ലോകം ആശങ്കയിലാണ്. കാരണം അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുന്നത് ജനുവരി 20, 2025. അതിനു മുമ്പുള്ള ഒരു കാത്തിരിപ്പ് കാലഘട്ടമാണ്. ആ കാത്തിരിപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ തലനാരിഴ കീറി പരിശോധിക്കുകയാണ് ലോകം. അദ്ദേഹം പറഞ്ഞ ഏതാനും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതു നയവുമായി ഒരു പക്ഷെ ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അമേരിക്കയെ വീണ്ടും അഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ മഹത്വത്തിലെത്തിക്കുക. അതുപോലെ അമേരിക്ക ഫസ്റ്റ്. അമേരിക്കയുടെ കാര്യം ആദ്യം അമേരിക്ക നോക്കും, പിന്നെയുള്ളൂ ലോക കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചരണം നടത്തിയതും ആദ്യ ഊഴം വിജയിച്ചു വന്നതും രണ്ടാം ഊഴം പരാജയപ്പെട്ടു. പക്ഷേ മൂന്നാം ഊഴത്തിൽ വീണ്ടും തിരിച്ചു വരികയാണ് ട്രംപ് പറഞ്ഞ 5-6 കാര്യങ്ങൾ ലോക രാഷ്ട്രീയത്തെ, ലോക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ കഴിയുന്ന, ഭാരതത്തിന് കൂടി ഒരുപക്ഷെ ആശങ്കയുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. അങ്ങ് അകലെ കിടക്കുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് ഒരു ചെറിയ വടക്കൻ യൂറോപ്യൻ രാജ്യമാണ്. പക്ഷേ ഡെൻമാർക്കിൻ്റെ ടെറിട്ടറി വളരെ വലുതാണ്. കാരണം മുഖ്യ യൂറോപ്യൻ ഭാഗത്ത് കിടക്കുന്ന ടെറിട്ടറി അല്ല, മറിച്ച് അങ്ങനെ ആർട്ടിക് ഓഷ്യനിൽ കിടക്കുന്ന ഗ്രീൻലാൻഡ് എന്ന ആ ഒരു മഞ്ഞ് മേഖല, അത് വളരെ വലുതാണ്. യൂറോപ്പിൻ്റെ മൊത്തം വലിപ്പത്തോളമുള്ള, പശ്ചിമ യൂറോപ്പിൻ്റെ മൊത്തം വലിപ്പത്തേക്കാൾ വലുതാണ് ഗ്രീൻലാൻഡ്. ആ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് എന്നുള്ളതിൻ്റെ പകരം ബ്രാക്കറ്റിൽ ഡെൻമാർക്ക് എന്ന് മാപ്പിലൊക്കെ കാണാം. ആ ഗ്രീൻലാൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങെടുത്തോളാം, വെറുതെ വേണ്ട, വില തന്നെടുത്തോളാം എന്ന് ഡെൻമാർക്കിനോട് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയെ നമുക്ക് ചിരിച്ചു തള്ളാനാവും, പക്ഷേ അങ്ങനെ ചിരിച്ചു തള്ളാൻ ആവില്ല. കാരണം ഡെൻമാർക്ക് വളരെ പക്വമായിട്ടാണ് എന്നോട് പ്രതികരിച്ചത്. രൂക്ഷമായിട്ട് പ്രതികരിച്ചു എങ്കിൽ പോലും വളരെ സഭ്യമായ ഭാഷയിൽ ഡെൻമാർക്ക് പ്രതികരിച്ചു. അനുകൂലമായല്ല പ്രതികരിച്ചത്. എങ്കിലും അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വ മോഹം, ഇനി വില കൊടുത്ത സാമ്രാജ്യത്വം അല്ലെങ്കിൽ കൈയടക്കി ഇല്ലെങ്കിൽ പോലും വേണ്ടി വന്നാൽ വാങ്ങിയെടുത്തുകൊണ്ട് അവിടുത്തെ ധാതു നിക്ഷേപങ്ങൾ, ഖനനമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എണ്ണ നിക്ഷേപം എന്ന് വേണ്ട ഒരുപാട് മഞ്ഞുറഞ്ഞു കിടക്കുന്ന ആ ഒരു ഗ്ലേസിയർ, ആ ഒരു ഭാഗത്ത് വളരെ വലിയ സാധ്യതകളാണ് അമേരിക്ക കാണുന്നത്. അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് വികസിപ്പിച്ചെടുക്കാം. അതൊരു സൂചനയാണ്. രണ്ടാമത്തെ ട്രംപിൻ്റെ ഒരു മോഹമെന്ന് പറയുന്നത് പാനമ കനാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കിയാലോ എന്നൊരു ആലോചനയാണ്. നമുക്കറിയാം, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെയും തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു ചിക്കൻ നെക്ക് ഭാഗത്ത് കിടക്കുന്ന രാജ്യമാണ് പാനമ എന്ന രാജ്യത്തിന് കുറുകെ മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണ് സൂയസ് കനാൽ പോലെ. സൂയസ് കനാൽ ഈജിപ്തിൽ ആണല്ലോ. ഈജിപ്തിൽ നിന്നും അത് മധ്യ ധരണിയാഴിയിൽ നിന്നും മെഡിറ്ററേനിയനിൽ നിന്നും ഒരുപക്ഷെ ചരക്ക് ഗതാഗതം ചെങ്കടലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ സൂയസ് കനാലിനെ കാണുന്നു. അതുപോലെ തന്നെ 2 മഹാസമുദ്രങ്ങളെ, പടിഞ്ഞാറ് ശാന്തസമുദ്രം പാസഫിക് സീ, കിഴക്ക് അറ്റ്ലാന്റിക് സീ, അതിന് മധ്യയാണല്ലോ അമേരിക്ക ഭൂഖണ്ഡങ്ങൾ. ഈ അമേരിക്ക ഭൂഖണ്ഡങ്ങളുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകണമെങ്കിലുള്ള ഏറ്റവും സുഗമമായ പാതയാണ് പനാമ കനാൽ. മനുഷ്യനിർമ്മിതമാണ്. അത് അമേരിക്ക നിർമ്മിച്ചതാണ്. അമേരിക്ക നിർമ്മിച്ച കനാല് കുറച്ചു കാലം അമേരിക്ക കൈവശം വച്ചിരുന്നു. അതിൻ്റെ നിയന്ത്രണ അവകാശമുണ്ടായിരുന്നു. ഇപ്പോഴത് വിട്ടുകൊടുത്തു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാനമയ്ക്ക് തന്നെ അമേരിക്ക കൈമാറിയ ആ കനാൽ, അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം, പാനമാക്സ് സൈസ് വെസൽസ് ആണ് അതിലെ ഗതാഗതം നടത്തുന്നത്. എന്ത് ദൂരമാണ് ലാഭിക്കാനാവുക? കാരണം വടക്കൻ അമേരിക്കയിൽ നിന്നും തെക്കൻ അമേരിക്ക ചുറ്റി മാത്രമേ വടക്കൻ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് പോകാൻ ഒക്കൂ. ഇപ്പം ന്യൂയോർക്ക് എന്ന കിഴക്കൻ തീരത്തു നിന്നും സാൻ ഫ്രാൻസിസ്കോ എന്ന പടിഞ്ഞാറൻ തീരത്തേക്ക് പോകണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. വളഞ്ഞു ചുറ്റി, അർജന്റീനയൊക്കെ ഉൾപ്പെടെ ചുറ്റി, അങ്ങനെ തെക്കൻ അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി ദിവസങ്ങളും ആഴ്ചകളും എടുത്താണ് കപ്പലുകൾ എത്തുന്നത്. പനമ കനാൽ നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. ആ മേഖലയുടെ മേൽ ട്രംപിനുള്ള കണ്ണ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി പറയുകയാണ്. അതിനായി യുദ്ധത്തിലൊന്നും ഏർപ്പെടുമെന്ന് കരുതാനാവില്ല. പക്ഷേ ഇപ്പോൾ ദേശസാൽകൃതമായ പനാമയുടെ നിയന്ത്രണത്തിലുള്ള കനാലിൻ്റെ മേൽ അമേരിക്ക വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നത് ചൈനയെ തടയാനാണ്. ചൈനീസ് കപ്പലുകളുടെ വളരെ വലിയ സാന്നിധ്യം ആ മേഖലയിലുണ്ട്. മാത്രമല്ല ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളെ
ചൈന വലിയ സ്വാധീനത്തിലാക്കുന്നു. മാത്രമല്ല ബ്രസീലൊക്കെ ബ്രിക്സിൻ്റെ അംഗമാണ്. റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക എന്ന ആ ഒരു സമിതിയിൽ അംഗമാണ്. അപ്പോൾ അമേരിക്കയുടെ സ്വാധീന വലയത്തിൽ നിന്നും ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങൾ കുതറിമാറുന്നത്, ലാറ്റിൻ അമേരിക്കൻ മേഖല കുതറിമാറുന്നത് ഒഴിവാക്കാനായി പനാമ കനാലിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് വേണം എന്ന ഒരു ആവശ്യമാണ് ട്രംപിൻ്റെ ഭാഗത്തുണ്ടായത്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാന നീക്കമെന്ന് പറയുന്നത് പശ്ചിമേഷ്യ ക്ലീനായിരിക്കണം. ഐ വിൽ ക്ലീൻ ദ വെസ്റ്റ് ഏഷ്യൻ റീജൻ. അതായത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ താക്കീത് കൊടുക്കുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ഇസ്രായേലുമായി എല്ലാം പറഞ്ഞ് സെറ്റപ്പാക്കുക. ഇതാ ഞാൻ വരുന്നു, ഞാൻ ഇനി ഐ വിൽ നോട്ട് അലൗ എനി നോൺസെൻസ് ഇൻ വെസ്റ്റ് ഏഷ്യ എന്ന ഒരു ജൽപ്പനം. അത് കുറേയൊക്കെ പേടിയുണ്ട്. താടിയുള്ളപ്പനെയല്ലേ പേടിയുള്ളൂ. അതുകൊണ്ട് ട്രംപിനെ പേടിയായതുകൊണ്ട് ഒരു പരിധിവരെ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നു. സമാധാന ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നു. വെസ്റ്റ് ഏഷ്യയിൽ പൂർണ്ണമായി വന്നിട്ടില്ല. ഇനി റഷ്യ ഉക്രൈൻ മേഖലയിൽ ഇപ്പോഴുള്ള ഒരു അശാന്തി, നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് അത് വാർത്ത പോലും അല്ലാതെ മാറുന്നത്. പക്ഷേ പുടിനും ട്രംപുമായുള്ള സവിശേഷമായ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ വിഷയത്തിനും പരിഹാരം കാണാൻ സാധിക്കും എന്ന ഒരു ചിന്ത ലോകത്ത് പ്രബലമാണ്. ഒരുപക്ഷെ പുടിനും വ്ളാഡിമിർ പുടിനും വൊളോദിമിർ സെലൻസ്കിക്കും രണ്ടുപേർക്കും മുഖം രക്ഷിക്കാൻ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാനം അവിടെ ആവശ്യമാണ്. അത് ഉക്രൈനോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യണമെന്ന ബൈഡൻ്റെ നയം മാറ്റി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ സന്ധിയാവണം എന്ന നിലയിലേക്ക് ട്രംപ് മാറി. അത് വളരെ വലിയൊരു മോഹമാണ്. കാരണം റഷ്യ പോലുള്ളൊരു വലിയ രാജ്യവുമായി ഉള്ള തർക്കം അത് പരിഹരിക്കാൻ അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് മധ്യസ്ഥത റഷ്യ സ്വീകരിക്കുമോ? ഒരുപക്ഷെ ഗുഡ് ഓഫീസേഴ്സ് ഒരു പരിധിവരെ സ്വീകരിച്ചേക്കാം, മധ്യസ്ഥത സ്വീകരിക്കുമോ എന്ന ഒരു ചോദ്യം ഒരു $1 മില്യൺ ക്വസ്റ്റ്യനായി അവശേഷിക്കുന്നു. ഇനിയാണ് നിർണായകമായ കാര്യം. വ്യാപാരം. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കർശനമായി നിയന്ത്രിക്കുകയും വളരെ ഹൈ ടാരിഫ് ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരസ്യമായി ട്രംപ് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കും അതേ തരത്തിലുള്ള തീരുവകൾ ഒരുപക്ഷെ ട്രംപ് ചുമത്തില്ല എന്ന് ആർക്കറിയാം. കാരണം അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ചൈന എന്നോ ഇന്ത്യ എന്നോ വേർതിരിവില്ലാതെ തന്നെ പണത്തിൻ്റെ കാര്യം, വ്യാപാരത്തിൻ്റെ കാര്യം അത് കണക്കാണ്. അതുകൊണ്ട് അമേരിക്കയുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീവ്രമായ തീരുവകൾ ചുമത്തുന്ന ഒരു ട്രംപ് ഭരണകൂടം ആയിരിക്കാം ഒരുപക്ഷെ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനിഷ്യലി ഇന്ത്യയിൽ കണ്ട ഒരു യൂഫോറിയ, ഒരു നല്ലൊരു സൗഹൃദ സമീപനം, ട്രംപ് വന്നു ഇനിയെല്ലാം ശരിയാകും, ആ ചിന്ത ഒരു പക്ഷേ അകാലത്തിൽ തന്നെ പൊലിയാനുള്ള സാധ്യതയുണ്ട്. ഇനി അൾട്ടിമേറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കുടിയേറ്റം. അമേരിക്കയിലേക്ക് പല സമയങ്ങളിലായി അനധികൃതമായി കുടിയേറി വന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിനല്ല കോടികളിലേക്ക് നീങ്ങുന്ന ജനമാണ്. അവരിൽ പലരും പൗരന്മാരായി മാറിക്കഴിഞ്ഞു നിയമവിധേയമായ രീതിയിൽ. പക്ഷേ ഒരുപാട് പേര് പൗരത്വം കാത്തു നിൽക്കുന്നവരുണ്ട്, പൗരത്വം ലഭിക്കാൻ സാധ്യതയില്ലാത്തവരുമുണ്ട്. അങ്ങനെ 50 ലക്ഷത്തിലധികം ആളുകളെ ഉടനടി അമേരിക്കയിൽ നിന്നും പാക്കേജ് ചെയ്യാനായി ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അത് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 18 ലക്ഷത്തോളം പേർ ഇന്ത്യൻ വംശജരായ ആളുകളുണ്ട്. ഈ 18,000 പേര്, 18 ലക്ഷമല്ല 18,000 പേർ, അത് ചെറിയൊരു നമ്പർ ആയിരിക്കാം. പക്ഷേ അത്രയും പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിടണമെങ്കിൽ അത് ചെറിയ തോതിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾക്കും കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല H-1B വിസ, അമേരിക്കയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ ഫാമിലിയെ കൊണ്ടുവരികയും അവർക്ക് തന്നെ വരികയും ഒക്കെ ചെയ്യാവുന്നതുമായി ബന്ധപ്പെട്ട H-1B വിസ, ആ വിസയിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. പക്ഷേ ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ദേ ആർ വെൽക്കം. പീപ്പിൾ ഫ്രം ഇന്ത്യ H-1B വിസയിൽ എത്തുന്ന ടെക്നോക്രാറ്റുകൾക്ക്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, അവർക്കെല്ലാം സ്വാഗതം. കാരണം നമുക്കറിയാം നമ്മുടെ നികുതിദായകൻ്റെ പണം ഉപയോഗിച്ച് IIT-യിലും IIM-ലും ഒക്കെ പഠിച്ച് ഇറങ്ങുന്ന വല്ല മിടുക്കൻ ചുള്ളന്മാർ, അവർ അമേരിക്കയിൽ അവരെ ഓസിന് കിട്ടുകയാണ് അമേരിക്കയ്ക്ക്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അമേരിക്ക വലിയ തോതിൽ ലാഭത്തിലാണ്. അതാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു വലിയ ഇൻഫ്ലക്സിലാണ്. ഏറ്റവും മെച്ചപ്പെട്ട ബുദ്ധികൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളിൽ നിന്നും വികസിതമായ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ അമേരിക്കയ്ക്ക് അവിടെ ഗെയിനാണ്. അവിടെ ട്രംപിൻ്റെ പോളിസിയും ഇലോൺ മസ്കിൻ്റെ സ്നേഹപൂർവമായ പ്രേരണയും എല്ലാം ചേർന്ന് നിലവാരമുള്ള ഹ്യൂമൻ റിസോഴ്സ് എത്തട്ടെ എന്ന ഒരു നയം ട്രംപ് തുടരുകയാണ്. തീവ്ര വലതുപക്ഷ വികാരമുള്ള റിപ്പബ്ലിക്കന്മാരുടെ ഒരു വിഭാഗം H-1B വിസയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ വർക്ക് ഫോഴ്സ്, മീനിയൽ ലേബറേഴ്സ് അല്ല, മറിച്ച്
ഹൈലി സ്കിൽഡ് പ്രൊഫഷണലുകൾ അമേരിക്കയിൽ എത്താനുള്ള സാഹചര്യവും തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ട്രംപിൻ്റെ സ്ഥാനലബ്ധിയെ കാത്തിരിക്കുന്നത്. നമുക്ക് ആകാംക്ഷാപൂർവ്വം തെല്ല ആശങ്കയോടെ കുറച്ചൊക്കെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം.